മുഖ്യമന്ത്രി പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും CPM-നെയും നിയമസഭയിൽ വിറപ്പിക്കുകയാണ് പ്രതിപക്ഷം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടെ ക്ഷുഭിതനായി മുഖ്യമന്ത്രി നിയമസഭയിൽ വാക്പോര്. രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ, നാടിന്റെ പ്രശ്നം അറിയണമെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിൽ വാക്പോര്. രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷുഭിതനായി. പഠിപ്പിക്കാൻ നോക്കേണ്ടെന്നും അനാവശ്യ കാര്യങ്ങൾ പറയരുതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി മോശമല്ലെന്ന് ചെന്നിത്തല മറുപടി പറഞ്ഞു. കുറ്റപ്പെടുത്തുമ്പോൾ അസഹിഷ്ണുത എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സംസ്ഥാനത്ത് വർദ്ധിക്കുന്ന അതിക്രമങ്ങളും ലഹരി ഉപയോഗവും നിയമസഭ നിർത്തിവെച്ചാണ് ചർച്ച ചെയ്യുന്നത്. രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. കേരളത്തിലെ ഭൂരിഭാഗം അക്രമങ്ങൾക്ക് പിന്നിൽ ലഹരിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമകളാകുന്നുവെന്നും രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞു. കേരളം കൊളംബിയയായി മാറുന്നു. വിപത്തിനെ നേരിടാൻ ഒരുമിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സർക്കാരിനെയും ചെന്നിത്തല കുറ്റപ്പെടുത്തി. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, സർക്കാരിന്റെ ലഹരി വിരുദ്ധ പ്രചാരണം പരാജയപ്പെട്ടുവെന്നും വിമുക്തി പദ്ധതി പൊളിഞ്ഞുവെന്നും ചെന്നിത്തല പറഞ്ഞു. SFIക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ചെന്നിത്തല ഉന്നയിച്ചത്. ക്യാമ്പസിൽ റാഗിങ്ങിന് പിന്നിൽ SFI ആണെന്ന വിമർശനത്തിന് പിന്നാലെ ഭരണപക്ഷം ബഹളം വെച്ചു. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ക്ഷുഭിതനായത്. ഇടയ്ക്കിടയ്ക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ പോരാ, നാടിന്റെ പ്രശ്നം അറിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലാണ് കേരളമെന്ന അടിയന്തര പ്രമേയ ചർച്ചയിൽ രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികളുടെ ജീവിതം പുകഞ്ഞില്ലാതാകുന്നു. സമ്പൂർണ്ണമായി പരാജയപ്പെട്ട പദ്ധതിയാണ് വിമുക്തി. 9 വർഷമായി ലഹരിക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തതെന്ന് ചെന്നിത്തല ചോദിച്ചു. സർക്കാർ എഴുതി തരുന്നത് പ്രസംഗിക്കാനാകില്ലെന്ന് VD സതീശനും മറുപടി നൽകി. CPM കൊല്ലം സമ്മേളനത്തിൽ പിണറായി ഭരണത്തിന് ലഭിക്കുമോ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഭരണത്തിന്റെ വിലയിരുത്തലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഗൃഹപാഠവും മുഖ്യ അജണ്ടയാണ്. സെക്രട്ടറി സ്ഥാനത്തിന് എതിരാളികളില്ല. പിണറായിക്ക് ഇളവ് നൽകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച്. അങ്ങനെയെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ തുടരും? മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരുമോ? ചോദ്യങ്ങൾ നിരവധിയാണ്. പ്രായപരിധി ഇളവിന്റെ ആകാംക്ഷയിലാണ് CPM. കണ്ണൂരിൽ കഴിഞ്ഞ തവണ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികൾ തുടരാനുള്ള പ്രായപരിധി 80-ൽ നിന്നും 75 കുറച്ചത്. തുടർ ഭരണം നേടിയ സംസ്ഥാന സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും CPM സംസ്ഥാന സമ്മേളനം ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുമോ? സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് 6-ന് കൊടിയേറുമ്പോൾ പാർട്ടി അണികൾ ഉറ്റുനോക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. 9-ാം തീയതി വരെയാണ് അണികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമ്മേളനം. വിഭാഗീയതയുടെ കനലുകൾ ഏതാണ്ട് അണഞ്ഞ പാർട്ടിയിൽ നിലവിൽ അത്തരം ഭീഷണികളില്ല എന്നാണ് കണക്കുകൂട്ടലെങ്കിലും ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നറിയില്ല. തുടർ ഭരണത്തിന്റെ വിലയിരുത്തലും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഗൃഹപാഠവുമായിരിക്കും സമ്മേളനത്തിന്റെ മുഖ്യ അജണ്ട. കൊല്ലം ഉൾപ്പെടെ ആദ്യം നടന്ന ചില ജില്ലാ സമ്മേളനങ്ങളിൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ സമയം പങ്കെടുത്ത ചില സമ്മേളനങ്ങളിൽ മാത്രമാണ് അത് മയപ്പെട്ടത്. 14 ജില്ലാ സമ്മേളനങ്ങളിലും ഉയർന്ന വിമർശനങ്ങൾക്ക് ഭരണ പാർട്ടി നേതൃത്വത്തോടുള്ള ചോദ്യത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു. ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത് എന്തിനാണ്? സർക്കാരിന് പോലീസിൽ നിയന്ത്രണമില്ലേ? സ്റ്റേഷനുകളിൽ CPM നേതാക്കൾക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. 1-ാം പിണറായി സർക്കാരിനൊപ്പം 2-ാം പിണറായി സർക്കാരിന് എത്താൻ കഴിയുന്നില്ല. എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി എന്ന ആക്ഷേപവും ഉയർന്നു വന്നു. 1-ാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും KK ശൈലജ ഉൾപ്പെടെ പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്തത് ശരിയായില്ല എന്ന ആക്ഷേപവും ഉയർന്നു. നേതാക്കന്മാരുടെ തലക്കനം പ്രവർത്തകർക്ക് അവരെ അപ്രാപ്യരാക്കുന്നു. നേരിൽ കണ്ടാൽ ഫണ്ട് സ്വരൂപിച്ചോ പത്രം ചേർത്തോ എന്ന് മാത്രമാണ് ചോദ്യമെന്നായിരുന്നു ചർച്ചകൾ. എല്ലാവർക്കും ജാടയും മസിൽ പിടുത്തവുമാണ്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലിയെന്നും EP ജയരാജന്റെ നടപടികളും കമ്മ്യൂണിസ്റ്റ് രീതിക്ക് ചേർന്നതല്ല എന്ന വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. സീതാറാം യെച്ചൂരിക്ക് ശേഷം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരാളെ തീരുമാനിക്കാനുള്ള ഐക്യമില്ലേ? ദേശീയ തലത്തിൽ പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ല. പാർട്ടി പ്രവർത്തനത്തിന് വിരമിക്കൽ തീരുമാനമാകുമ്പോൾ പ്രായമല്ല വകതിരിവാണ് പരിഗണിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മൈക്ക് ഓപ്പറേറ്റർമാരോട് വരെ തട്ടിക്കയറുന്നു. സാധാരണ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തെ നീലപ്പെട്ടി വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് നീലപ്പെട്ടി വലിച്ചെറിയാൻ പറഞ്ഞതും മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ഉചിതമായില്ല എന്ന ചർച്ചകളും ഉണ്ടായിരുന്നു. MLA ആയ MV ഗോവിന്ദന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആകാം. MLA ആയ V ജോയിക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകാം. എന്നാൽ പഞ്ചായത്ത് അംഗമായ പാർട്ടിക്കാരന് ലോക്കൽ സെക്രട്ടറി ആകാൻ പാടില്ല. ഇതെങ്ങനെ ശരിയാകുമെന്ന ചോദ്യവും ഉയർന്നിരുന്നു. കൂടെ നിൽക്കുന്ന പാവപ്പെട്ടവനെ കുനിച്ചു നിർത്തി ഇടിക്കുന്നവരായി SFI മാറി.
കാമ്പുള്ള പുതിയ പ്രവർത്തകർ നേതൃത്വത്തിലെത്തുന്നില്ല എന്നീ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. നിലവിൽ 79കാരനായ പിണറായിക്ക് ഒരു ടേം കൂടി ഇളവ് നൽകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായം. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായിയെ മുൻനിർത്തി വിജയം നേടുക എന്നതാണ് സംസ്ഥാന ഘടകത്തിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിക്കാനാണ് സാധ്യത. 3 വർഷം മുൻപ് കണ്ണൂർ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നു. നിലവിൽ മുഖ്യമന്ത്രിയായി തുടരുന്ന പിണറായിക്ക് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിവാകേണ്ടി വരും. ഇത് ഒഴിവാക്കാനായാണ് മുഖ്യമന്ത്രി എന്ന പ്രത്യേക പരിഗണന നൽകി പിണറായിക്ക് ഇളവ് നൽകാനും പോളിറ്റ് ബ്യൂറോയിൽ നിലനിർത്താനും നീക്കം നടക്കുന്നത്. രാജ്യത്ത് CPMന് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കേരളം. പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനവും കേരളം മാത്രമാണ്. അതിനാൽ കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന നേതാവായ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമെന്ന പ്രമേയത്തെ ആരും എതിർക്കാൻ സാധ്യതയില്ല. പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ആകസ്മിക വിയോഗത്തെ തുടർന്നാണ് MV ഗോവിന്ദന് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ലഭിച്ചത്. എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ MV ഗോവിന്ദനെ സെക്രട്ടറിയായി ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയായിരുന്നു. സെക്രട്ടറി സ്ഥാനത്തേക്ക് മറ്റൊരു നേതാവ് ചർച്ചയിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ MV ഗോവിന്ദൻ തുടരാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ സമ്മേളന കാലത്ത് സെക്രട്ടറി പദത്തിലേക്ക് MV ജയരാജനും AK ബാലനും പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു. ഇത്തവണ അത്തരത്തിൽ ഒരു നേതാവും ഇല്ല എന്നതും ഗോവിന്ദന് അനുകൂലമായ ഘടകമാണ്. രാജ്യത്തെ CPMന്റെ ഏറ്റവും വലിയ ഘടകം കണ്ണൂരാണ്. അതിനാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കണ്ണൂർ ഘടകത്തിൽ നിന്നുമായിരിക്കും. നിലവിൽ കണ്ണൂരിൽ നിന്നും പകരക്കാരനാകാൻ മറ്റൊരു നേതാവും ഇല്ല എന്നുള്ളതും ചർച്ചയായിട്ടുണ്ട്. കൊല്ലത്ത് ഈ ആഴ്ച ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ തുടരണമെന്ന പ്രമേയം അവതരിപ്പിക്കും. അന്തിമ തീരുമാനം എടുക്കേണ്ടത് അവരുടെ ഘടകമാണെന്നിരിക്കെ CCയിൽ പ്രമേയം ചർച്ച ചെയ്യും. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രായപരിധിയിൽ അന്തിമമായ തീരുമാനം എടുക്കുക. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ CC തീരുമാനം പ്രഖ്യാപിക്കും. ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെ മരണത്തോടെ നിലവിൽ പാർട്ടിക്ക് 16 അംഗങ്ങളാണ് പോളിറ്റ് ബ്യൂറോയിലുള്ളത്. കേരളത്തിൽ നിന്നും കോടിയേരിയുടെ മരണത്തിനു ശേഷം ഏറ്റവും ഒടുവിലായി പോളിറ്റ് ബ്യൂറോയിൽ എത്തിയത് MV ഗോവിന്ദനാണ്. MA ബേബി, A വിജയരാഘവൻ എന്നിവരാണ് മറ്റു നേതാക്കൾ. തലയെടുപ്പുള്ള മറ്റൊരു നേതാവ് കേരളത്തിൽ നിന്നും ഇല്ല എന്ന വാദവും പിണറായി വിജയന് അനുകൂലമാകും. മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന് നിലവിൽ 77 വയസ്സായി. പ്രകാശ് കാരാട്ട് ഈ പാർട്ടി കോൺഗ്രസോടെ ഒഴിവാകാനാണ് സാധ്യത. 77 വയസ്സായതിനാൽ വൃന്ദ കാരാട്ടും ഒഴിവാകുന്നവരുടെ പട്ടികയിലുണ്ട്. ത്രിപുര മുൻ മുഖ്യമന്ത്രി കൂടിയായ മണിക് സർക്കാർ, സുഭാഷിണി അലി, G രാമകൃഷ്ണ എന്നിവരാണ് ഇത്തവണ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നവർ. ഇതിൽ ആർക്കൊക്കെ ഇളവ് ലഭിക്കുമെന്ന് വ്യക്തമല്ല. പ്രകാശ് കാരാട്ടിന് ഇളവ് നൽകി ജനറൽ സെക്രട്ടറിയുടെ ചുമതല നൽകണമെന്ന നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ അത് എത്രത്തോളം സ്വീകാര്യമാകുമെന്ന് വ്യക്തമല്ല. ഇത്രയും അധികം നേതാക്കൾ ഒരുമിച്ച് CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പ്രായപരിധി കാരണം ഒഴിവാകുന്നത് ഇതാദ്യമാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരാകും പരിഗണിക്കപ്പെടുകയെന്നും വ്യക്തമല്ല. പശ്ചിമ ബംഗാൾ സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം, അശോക് ദവാലെ തുടങ്ങിയവരാണ് പരിഗണനയിൽ. സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളുമായി അത്ര സ്വരച്ചേർച്ചയിലല്ലാത്തതിനാൽ MA ബേബിയെ പരിഗണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 70കാരനായ ബേബിക്ക് 2 ടേം കൂടി പോളിറ്റ് ബ്യൂറോ അംഗമായി തുടരാൻ കഴിയും.